എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചിക്കറിയാണ്. ഓണാട്ടുകാരിൽ ഇതിനെ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നതെങ്കിലും മലബാറിൽ ഇതിനെ പുളി ഇഞ്ചി എന്നാണ് പറയുന്നത്. ഒട്ടും താമസിക്കാതെ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സദ്യക്ക് വേണ്ടിയുള്ള ഇഞ്ചിക്കറിയാണ് വെക്കാൻ പോകുന്നത്. സാധാരണ ഇഞ്ചിക്കറിയല്ല, സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്ത് എല്ലാത്തരം പലവ്യഞ്ജനങ്ങളും ചേർത്തുകൊണ്ടുള്ള അടിപൊളി ഇഞ്ചിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം ഇഞ്ചി ഞാൻ നന്നായി കഴുകി വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഏകദേശം മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി ഏകദേശം മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും കായവും എല്ലാം കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. നേരത്തെ ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയാൽ ഉടനെ നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തിട്ട് അരച്ചെടുത്തതാണ്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് അടി പിടിക്കരുത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴിപുളി വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുകയാണ്. ഈ പിഴിപുളി മൊത്തമായിട്ട് ഇടരുത്. ഇതിൻ്റെ വേസ്റ്റ് ഒന്നും ഇതിനകത്ത് വീഴരുത്. ഈ വെള്ളം മാത്രം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ഇടാം. ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇഞ്ചിക്കറിയെല്ലാം നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇഞ്ചിക്കറി എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മലബാർ സൈഡിൽ ഇതിനെ പുളി ഇഞ്ചി എന്നാണ് പറയുന്നതെങ്കിലും ഓണാട്ടുകരയുടെ സ്വന്തം ഇഞ്ചിക്കറി തന്നെയാണത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. അതിമനോഹരമായ ടേസ്റ്റ്, സൂപ്പർ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന പൊസിഷൻ വരും. അതും കൂടെ അമർത്തിയാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് തിരിച്ചു വരാം.